ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മിസ്ലഹു, ഇതുപോലെയുള്ള ഒരു വിഹിതം അവിടെയുണ്ട് എന്ന് പറഞ്ഞു. ആ സമ്പത്തിന്റെ പകുതി ഭാഗവും ഇതുപോലെ ആരും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല എന്ന് കരുതിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ധാരണയെ തെറ്റിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം ആവർത്തിച്ചു, മാ ബഖൈത ലി അഹ്ലിക, നിങ്ങളുടെ കുടുംബത്തിന് എന്താണ് ഇപ്പോൾ അവശേഷിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അബൂബക്കറെ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് മറുപടി പറഞ്ഞു, മാ അബ്ഖൈതു ലഹും അല്ലാഹ വ റസൂലഹു, ഞാൻ അവശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവിനെയും റസൂലിനെയും മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ലാ അസ്ബഖുഹു ഫി ഷൈഇൻ അബദ, ഒരൊറ്റ കാര്യത്തിലും ബഹുമാനപ്പെട്ടവരെ മുൻകടക്കാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു പോയി. ഇതാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം. എല്ലാ വിഷയത്തിലും സബ്ബാഖും ബിൽ ഖൈർ, പണ്ഡിതന്മാർ പ്രയോഗിച്ചതായി കാണാം, സ്വഹാബികൾ പറഞ്ഞതായി കാണാം. എല്ലാ വിഷയത്തിലും സാബിഖായിരുന്നു. എല്ലാ വിഷയത്തിലും മുൻകടന്നുകൊണ്ട് ഖൈറായ എന്തൊരു വിഷയമുണ്ടോ അതിലെല്ലാം മുൻകടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ നിന്ന് വ്യതിരിക്തനായി വേറിട്ടു നിൽക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസത്തിൽ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് ആർക്കാണ് നോമ്പുകാരനായ ആരാണ് ഇവിടെ ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾ ഒരുമിച്ച് കൂടിയ ഒരു വേദിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്നത്തെ ദിവസം ആരാണ് നോമ്പുകാരനായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ആർക്കും മറുപടി പറയാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് എന്ന് നോമ്പുകാരനായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് മറുപടി പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ തബിഅ മിൻകും ജനാസത്തൻ, ഇന്ന് ആരാണ് ഒരു ജനാസയെ പിന്തുടർന്നിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബികളോട് ചോദിച്ചപ്പോൾ അപ്പോഴും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉണ്ട് എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം കൂടി അവരോട് ചോദിച്ചു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ഒരു അഗതിക്ക്, ഒരു പാവപ്പെട്ട ആൾക്ക് ആരാണ് ഭക്ഷണം കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി സംഘത്തോട് ചോദിച്ചപ്പോൾ അപ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്ന് ഞാൻ ഒരു മിസ്കീനിന് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥത്തിൽ അവിടുന്ന് മറുപടി പറഞ്ഞു. നാലാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫമൻ ആദ അൽ യൗമ മിൻകും മരീള, ഇന്ന് നിങ്ങളാണ് എന്ന് ചോദിച്ചപ്പോഴും അവിടെ മറുപടി പറഞ്ഞത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഞാൻ ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയാണ്. 4 ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂടിയ ഒരാൾ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 4 കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ സ്വഭാവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമതായി നോമ്പനുഷ്ഠിച്ചത്, രണ്ടാമതായി ഒരു ജനാസയെ പിന്തുടർന്നത്, മൂന്നാമതായി ഒരു അഗതിക്ക് ഭക്ഷണം നൽകിയത്, നാലാമതായി
രോഗസന്ദർശനം നടത്തിയത്. ഈ 4 കാര്യങ്ങളും ഒരൊറ്റ ദിവസം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി നൽകുകയും വേറെ ഒരാൾക്കും അവിടുന്ന് മറുപടി ഈ രൂപത്തിൽ പറയാൻ സാധിച്ചില്ല എന്നുള്ളതും പ്രസ്താവ്യമാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ചു കൂടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉള്ളത് വജബത്ത് ലക്കൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത് എന്ന് നമുക്ക് ആ കിതാബിൽ വേറെ ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ബഹുമാന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ 4 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അയാളുടെ ജീവിതം സ്വർഗത്തിലേക്ക് എത്തുന്ന ജീവിതമാണെന്ന് ഈ ഹദീസിലൂടെ, ഈ സംഭവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ 4 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഏതു ഭാഗത്തെയാണ് സ്പർശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിന്റെ ഏതു ഭാഗത്തെയാണ് ഇത് സ്പർശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി നമ്മൾ നോക്കൂ, നോമ്പാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് ആരാണ് നോമ്പുകാരനായിട്ടുള്ളത് എന്നാണ് ചോദ്യം. നോമ്പ് എന്ന് പറയുന്നത് അത് മനസ്സിന്റെ ശുദ്ധീകരണമാണ്, ആത്മശുദ്ധീകരണമാണ്. ഈ ആത്മശുദ്ധീകരണം നടത്തിയത് ആര് എന്ന തരത്തിലാണ് ആ ചോദ്യം വരുന്നത്. അത് മറുപടി നൽകുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇസ്ലാമിക നോമ്പ് ഒരു പകല് മുഴുവനും നോമ്പനുഷ്ഠിച്ച് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അത് വേറൊരു മതത്തിലും കാണാൻ സാധ്യമല്ല. പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാം. പക്ഷേ ഇസ്ലാമിക നോമ്പ് എന്ന് പറയുമ്പോൾ സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് ഒരു ഭക്ഷണവുമില്ലാതെ അവൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിക്കുന്നു. ഇതാണ് ഇസ്ലാമിലെ നോമ്പ്. വിചാരങ്ങളിൽ നിന്ന് ഈ നോമ്പ് അവനെ മുക്തമാക്കുന്നു. അവന്റെ വികാരങ്ങളെയും അനാവശ്യമായ വിചാരങ്ങളെയും ഒക്കെ അതിൽ നിന്നൊക്കെ മുക്തനായി മാറി നിൽക്കുന്ന സ്വഭാവമാണ് ഇസ്ലാമിന്റെ നോമ്പിനുള്ളത്. അതോടുകൂടെ തന്നെ ഒരു നോമ്പനുഷ്ഠിക്കുന്ന ആൾക്ക് നല്ല ക്ഷമാശീലവും സഹനശക്തിയും ഉണ്ടാവുന്നു. അവന്റെ വിശ്വാസം അത് അചഞ്ചലമായി തുടരുകയും നല്ല മതത്തിൽ സ്ഥൈര്യവും ലഭിക്കാൻ ഈ നോമ്പിലൂടെ ഒരാൾക്ക് സാധിക്കുന്നു. അതോടുകൂടെ തന്നെ സഹജീവികളോട് ദയയും കാരുണ്യവുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇസ്ലാമിലെ നോമ്പുകൊണ്ട് സാധിക്കുന്നു. എല്ലാവരും സമമാണെന്നൊരു ബോധം ഈ നോമ്പിലൂടെ ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം എന്നെപ്പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ട് എന്നൊരു ബോധം അവനുണ്ടാവുകയാണ്. അഥവാ എനിക്ക് ഭക്ഷണമുണ്ടായി, ഞാൻ എല്ലാ ദിവസവും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു, അതേസമയം ഒന്നും കഴിക്കാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്ന ഒരു വിചാരം ഇവന്റെ മനസ്സിലുണ്ടാവുന്നു. അങ്ങനെ സഹജീവികളോട് ദയയും കാരുണ്യവും എല്ലാവരും സമമാണെന്നൊരു ബോധവും ഇവന്റെ മനസ്സിലുണ്ടാകുന്നു. ഇതിന് പുറമെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ദുഷിച്ച ചിന്തകളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കാനും നമ്മുടെ ഈ വിശുദ്ധ ഇസ്ലാമിലെ നോമ്പുകൊണ്ട് സാധ്യമാവുന്നു. അപ്പോ ഈ നോമ്പ് എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ആത്മശുദ്ധീകരണത്തിന്റെ കാര്യമാണ്. ഈ ആത്മശുദ്ധീകരണം ലഭിക്കുന്നതിലൂടെ ഒരുത്തന് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, കുല്ലു അമലി ബിനി ആദം ലഹു ഇല്ല സിയാം ഹുവ ലീ വ അന അജ്സി ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, മനുഷ്യന്റെ എല്ലാ അമലുകളും അത് അവനുള്ളത് തന്നെയാണ്.
ഇല്ല സിയാം, നോമ്പൊഴികെ. ഹുവലി, ഈ നോമ്പ് എന്നുള്ളത് എനിക്ക് ഉള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാൻ അതിന് ഞാൻ തന്നെയാണ് പ്രതിഫലം കൊടുക്കുന്നത്, ഞാൻ പ്രത്യേകമായി തന്നെ പ്രതിഫലം കൊടുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫവല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദിഹി ലഹുൽഫതു ഫമിൽ സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. മിസ്കിന്റെ സുഗന്ധത്തെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ സുഗന്ധമുള്ളതാണ് നോമ്പുകാരന്റെ വായയുടെ വാസന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഹദീസിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന വിഷയം എന്താണ്? എല്ലാ അമലുകളുടെയും പ്രതിഫലം കൊടുക്കുന്നവൻ അല്ലാഹു മാത്രം ആണ്. പക്ഷേ ഈ നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ പറഞ്ഞു, കുല്ലു അമലി ബിനി ആദം ലഹു ഇല്ല സിയാം, നോമ്പൊഴികെ എല്ലാ അമലുകളും ആദം സന്തതികൾക്കുള്ളതാണ്, മനുഷ്യർക്കുള്ളതാണ്, നോമ്പൊഴികെ. ഹുവലി, നോമ്പ് എന്നുള്ളത് എനിക്കുള്ളത് മാത്രമാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് നബി അല്ലാഹു പറയുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാ അമലുകൾക്കും പ്രതിഫലം കൊടുക്കുന്നവൻ അല്ലാഹുവായിട്ടും എന്തുകൊണ്ടാണ് ഈ നോമ്പിന് ഇത്രയധികം പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തത്, അല്ലെങ്കിൽ എന്റേതാണ് എന്ന് അല്ലാഹു പറഞ്ഞത്? അതിന് നബവി ഇമാം അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന് അവിടുന്ന് പറയുന്നത്, ലോകമാന്യത്തിൽ നിന്ന് മുക്തമാവാൻ മറ്റുള്ള സൽക്കർമ്മങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നോമ്പിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുവൻ നിസ്കരിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും, അത് കാണിപ്പിക്കാനും കഴിയും. സ്വതക്ക കൊടുക്കുന്നതും മറ്റുള്ളവർ കാണുകയും കാണിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഏത് സൽക്കർമ്മത്തെയും മറ്റുള്ളവർക്ക് കാണിപ്പിക്കാനും അതിലൂടെ ഒരു ലോകമാന്യത്തെ ഉണ്ടാക്കാനുമൊക്കെ മറ്റുള്ള ഇബാദത്തുകളിൽ നിന്ന്, സൽക്കർമ്മങ്ങളിൽ നിന്ന് സാധിക്കും. പക്ഷേ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് എടുക്കുന്ന ഒരാളെ നമുക്ക് കാണാം, പക്ഷെ നോമ്പ് കാണിക്കാൻ കഴിയില്ല. നമ്മൾ ആരെങ്കിലും നോമ്പിനെ കണ്ടിട്ടുണ്ടോ? നിസ്കരിക്കുന്ന ആള് നിസ്കരിക്കുന്ന ആ രൂപത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്ന രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നോമ്പെടുക്കുന്ന ആ രൂപം എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്? ഒരു നോമ്പ് കാണിച്ചുകൊണ്ടാ എന്ന് പറയുമ്പോൾ ആ നോമ്പിനെ നമുക്ക് കാണിക്കാൻ കഴിയില്ല. നിസ്കാരം കാണിച്ചുകൊണ്ടാ എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കാരം കാണിച്ചു കൊടുക്കാം. ഹജ്ജ് കാണിച്ചുകൊണ്ടാ എന്ന് പറയുമ്പോൾ നമുക്ക് ഹജ്ജിനെ ആ രൂപങ്ങളെ കാണിച്ചു കൊടുക്കാൻ കഴിയും. സക്കാത്ത് കൊടുക്കുന്നതിന് നമുക്ക് ആ വസ്തുവിനെയും കൊടുക്കുന്ന ആളെയും വാങ്ങുന്ന ആളെയോ വസ്തുവിനെയോ ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അപ്പോ ലോകമാന്യത്തിൽ നിന്ന് മുക്തമാവാൻ ഈ നോമ്പിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട നബവി ഇമാം ശറഹ് മുസ്ലിമിൽ ഇതിന് ഒരു കാരണമായി, എന്റേതാണ് എന്ന് പറയാനുള്ള ഒരു കാരണമായി അവിടുന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അവിടുന്ന് പറയുന്ന വേറൊരു കാര്യം, നോമ്പ് എന്ന ആരാധന വേറെ ആർക്കും ആരാധിക്കപ്പെട്ടിട്ടില്ല എന്ന്. നിസ്കാരത്തിന്റെ രൂപം, അതുപോലെ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ രൂപം ചില ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ആരാധനയായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം നോമ്പ് എന്ന ആരാധന വേറെ ആർക്കും ആരാധിക്കപ്പെട്ടിട്ടില്ല. നോമ്പ് കൊണ്ടുള്ള ആരാധന വേറെ ഒരൊറ്റ മഖ്ലൂഖിനും വന്നിട്ടില്ല എന്ന കാരണത്താൽ കൂടിയാണ് എന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് അദ്ദേഹം ശറഹ് മുസ്ലിമീൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ലോകമാന്യത്തിൽ നിന്ന് മുക്തി നേടുന്ന ഒരു അമലായി ഈ നോമ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് എന്റേതാണ് എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആത്മശുദ്ധീകരണത്തിന്റെ ഒരു കാര്യമാണ് നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്ന മാതൃക. അപ്പോ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ ആരാണ് നോമ്പനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ന് മറുപടി പറഞ്ഞു. അത് ആത്മശുദ്ധീകരണത്തിന്റെ ഒരു കാര്യമാണ്. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂടിയാൽ ഒരുത്തന് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. ഈ 4 കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. എങ്ങനെയാണ് അത് ഒരുമിച്ച് കൂടുക? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുക, അതൊരു ആത്മീയ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ രണ്ടാമതായി പഠിപ്പിച്ചു ഇത്തിബാഉൽ ജനായിസ്,
ജനാസയെ പിന്തുടരുക എന്നുള്ളത്. ജനാസ പിന്തുടരുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക ബാധ്യതയാണ്. ഈ സാമൂഹിക ബാധ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വലിയൊരു വിഷയമാണ്. സമൂഹത്തിൽ നമുക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായി ധാരാളം കടപ്പാടുകളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിടത്ത് 6 കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായിട്ടുള്ളത് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത്തിബാഉൽ ജനാസ. തന്റെ കൂട്ടുകാരൻ, സുഹൃത്ത് മരണപ്പെട്ടാൽ, സഹോദരൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ പിന്തുടരുക എന്നുള്ളത് ഈ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ബാധ്യതയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഒരു സാമൂഹിക ബാധ്യതയാണ് ജനാസയെ പിന്തുടരുക എന്നുള്ളത്. അതും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമതായി ഇത്ആമുത് ത്വആം, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് മിസ്കീന് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി ഞാൻ എന്നായിരുന്നു. അപ്പൊ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും ഒരു സാമ്പത്തിക ശുദ്ധീകരണത്തിന്റെ കൂടി ഭാഗമാണ്. നേരത്തെ ആത്മശുദ്ധീകരണം രണ്ടാമത് പറഞ്ഞ ജനാസയെ പിന്തുടരുക എന്നുള്ളത് സാമൂഹിക ബാധ്യതയുടെ വീട്ടലാണ്. മൂന്നാമത് വിശക്കുന്നവന് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സാമ്പത്തിക ശുദ്ധീകരണത്തിന്റെ കൂടി ഒരു ഭാഗമാണ്. സാമ്പത്തിക ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് ഈ മിസ്കീനുകൾക്ക് ഭക്ഷണം, തന്റെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച്, സമ്പത്ത് ഉപയോഗിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ചെലവ് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് സാമ്പത്തിക ശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമാണ്. നാലാമതായി ആരാണ് ഫമൻ ആദൽ യൗമ മിൻകും മരീദൻ, രോഗിയെ ഇന്ന് സന്ദർശിച്ചവൻ ആരാണ് എന്നാണ് ചോദ്യം. എന്താണ് രോഗസന്ദർശനം എന്നുള്ളത്? ആതുര സേവനമാണ്. ഈ ആതുര സേവനം നടത്തിയത് ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത് അന എന്നായിരുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങളും ബഹുമാനപ്പെട്ടവരിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആത്മശുദ്ധീകരണവും അതുപോലെ തന്നെ സാമൂഹിക ബാധ്യത വീട്ടുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായുള്ള ശുദ്ധീകരണവും അതോടുകൂടെ തന്നെ ആതുര സേവനവും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിരുന്നു. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂടിയ ഒരുത്തൻ തീർച്ചയായും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഖൈറുകൾക്കുള്ള വഴികളൊക്കെ എളുപ്പമാക്കി തരുമാറാവട്ടെ. നന്മകൾ ധാരാളം ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരൊറ്റ ഹദീസ് കൊണ്ട് തന്നെ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കും. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നബി തങ്ങൾ പറഞ്ഞല്ലോ വജബത്തിലക്കൽ ജന്ന എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നിനക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഒന്നാമതായി ആത്മീയ ശുദ്ധീകരണം, രണ്ടാമതായി നമ്മുടെ സാമൂഹികമായ ബാധ്യതകളുടെ നിർവഹണം, അതും നമ്മൾ വീട്ടേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മുടെ സാമ്പത്തിക ശുദ്ധീകരണം, അതും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതോടുകൂടെ തന്നെ ആതുര സേവന രംഗത്തും നമ്മുടേതായ സഹകരണവും സഹായവും ഉണ്ടായിരിക്കണം എന്ന് ആണ് ഈ ഹദീസിലൂടെ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ആദ്യമായി നമ്മൾ മനസ്സിലാക്കുക, ആത്മശുദ്ധീകരണത്തിന് ഒന്നാമതായി വിശുദ്ധമായ ഖുർആനും ഇസ്ലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാർഗം അത് നോമ്പാണ്. നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം അവിടെ ചോദിച്ചത്, ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നോമ്പനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചത്. നമുക്കറിയാം ദവാഉ ഖംസിൻ ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന മഅബത്തിനിൽ ഖലാ. അദ്കീൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം നമ്മെ ഓർമ്മപ്പെടുത്തി, ഹൃദയത്തിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് 5 എണ്ണമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ 5 എണ്ണത്തെ
അവിടുന്ന് എണ്ണി. ഒന്നാമത്തത് തിലാവത്ത്, ഖുർആൻ പാരായണം നടത്തുക എന്നുള്ളതാണ്. ഹൃദയം ശുദ്ധീകരിച്ച ഒരാൾക്ക് സ്വർഗമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഹൃദയം ശുദ്ധീകരണത്തിലുള്ള മാർഗം പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു. അതിലുള്ള 5 മാർഗങ്ങൾ അദിക്കയിൽ ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഒന്നാമതായി അവിടുന്ന് പഠിപ്പിച്ചത് തിലാവത്താണ്. ബിതദബ്ബുരിൽ മാന, അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള വിശുദ്ധമായ ഖുർആൻ പാരായണം. അങ്ങനെ നടത്തുമ്പോൾ ഹൃദയത്തിന് അലിവ് ലഭിക്കുന്നു, ഹൃദയത്തിന്റെ കാഠിന്യം കുറയുന്നു, ഹൃദയ ശുദ്ധീകരണം നടക്കുന്നു. അങ്ങനെ ഖുർആൻ പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. പരമാവധി അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യണം. അൽഹംദുലില്ലാഹ് KMIC-യിൽ ഖുർആൻ പഠനവും അതിന്റെ ക്ലാസുകളുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോ ഖുർആൻ പഠന ക്ലാസുകൾ നമ്മുടെ ഈ KMIC-യിൽ തന്നെ നല്ല രൂപത്തിൽ നടന്നു വരുന്നുണ്ട്. ആ ക്ലാസുകളൊക്കെ നമ്മൾ കേട്ട് അങ്ങനെ ഖുർആന്റെ അർത്ഥവും അതിന്റെ പാരായണത്തിന്റെ രൂപവും ഒക്കെ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കി ഖുർആൻ പഠനത്തിനും പാരായണത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളൊരു 5 പേജ് ഒരു ദിവസം നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് നല്ല രൂപത്തിൽ അത് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. 20 പേജ് ഒരു ദിവസം നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഖുർആൻ ഖത്മു തീർക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ് പലരും നമ്മുടെ ഈ KMIC-യിൽ ഞാൻ പലപ്പോഴും ബന്ധപ്പെടുന്ന സമയത്തൊക്കെ കാണാം, ഖത്തമിന്റെ എണ്ണത്തെ ഇങ്ങനെ കാണിക്കുന്നത് കാണാറുണ്ട്. ആയിരക്കണക്കിന് ഖത്തമുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഅ്മിനീങ്ങൾ ഓതുകയും അത് KMIC-യിൽ അറിയിച്ചു തരുകയും അങ്ങനെ മദീനയിൽ നിന്നും മക്കയിൽ നിന്നുമൊക്കെ പ്രാർത്ഥന നടത്തുകയും ദുആ നടത്തുകയും ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്ന സദസ്സുകൾ സംവിധാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ ഖൈറുകൾ നമ്മുടെ KMIC-യിലൂടെ ലഭിക്കുന്നുണ്ട്. അല്ലാഹു ഇനിയും ഇതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അപ്പൊ ഖുർആൻ പാരായണം എന്നുള്ളത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഒരു വലിയ കാര്യമായിട്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പരമാവധി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ധാരാളം അവസരങ്ങൾ ഇന്നുണ്ട്. നമ്മുടെ മഹല്ലുകൾ തോറും ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ സമീപിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും പഠിക്കാനും സമയം കണ്ടെത്തണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധമുണ്ടാവണം. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സജീവമായി പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. കുറച്ചാളുകൾ, നമ്മുടെ അതേ മൈൻഡുള്ള കുറച്ചാളുകളെ കണ്ടെത്തുക. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തി, അത് എത്ര വയസ്സുള്ള ആളുകളാണെങ്കിലും എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും അതിനൊന്നും നമ്മൾ നാണം കരുതേണ്ടതില്ല. നമ്മൾ അതിനൊന്നും ഒരു മടി വിചാരിക്കേണ്ടതില്ല. മറിച്ച് അതിന് പറ്റിയ പണ്ഡിതന്മാരെ സമീപിച്ച് ഖുർആൻ പഠനത്തിനും അതിന്റെ അർത്ഥം പഠിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ അതിനൊന്നും കഴിയാത്ത ആളുകൾക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ KMIC ഉണ്ട്. അപ്പോ അതിലൂടെയൊക്കെ നമ്മൾ ഈ ഇൽമു നുകരണം പഠിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഒന്നാമതായി സൈനുദ്ദീൻ മഖ്ദൂം നമ്മളെ പഠിപ്പിച്ചു, ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മാന, അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത് വയറ് കാലിയാക്കുക എന്നുള്ളതാണ്. അഥവാ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ഹൃദയത്തിന് ശുദ്ധീകരണം ലഭിക്കും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ ഹൃദയ ശുദ്ധീകരണത്തിന്റെ മാർഗമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അത് നോമ്പ് അനുഷ്ഠിക്കുന്നത് റമദാൻ മാസം മാത്രമല്ല, നമുക്കറിയാം സുന്നത്ത് നോമ്പുകൾ ഉണ്ട്. ആ സുന്നത്ത് നോമ്പുകൾ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണല്ലോ. അപ്പൊ ആ സുന്നത്തുള്ള നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ അത് ഒരു ഖൈർ തന്നെയാണ്. അപ്പോ ആ റമദാൻ മാസത്തിന് പുറമെ സുന്നത്തായ നോമ്പുകൾ കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ
അൽഹംദുലില്ലാ വലിയ നേട്ടമാണ്. അയ്യാമുൽ ബീദ് എന്ന് പറയുന്ന മാസത്തിലെ ഒരു 3 ദിവസത്തെ നോമ്പുണ്ട്. 13, 14, 15 ദിവസം നമ്മുടെ അറബി മാസത്തിൽ. ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കലും സുന്നത്താണ്. അപ്പൊ ആ ദിവസത്തിലും നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചാൽ അത് നമ്മുടെ ആത്മശുദ്ധീകരണത്തിന്റെ ഒരു മാർഗമാണ്. അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതും സുന്നത്താണ്. അതൊക്കെ നമുക്കറിയുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ വയറ് കാലിയാക്കുകയും അങ്ങനെ നമ്മുടെ വികാര വിചാരങ്ങളെ മുക്തമാക്കുകയും ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു രാത്രിയുള്ള നിസ്കാരമാണ്. ഖിയാമുൽ ലൈലിൻ, രാത്രി എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് ഹൃദയശുദ്ധീകരണത്തിന്റെ മാർഗമാണ്. പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഈ നിസ്കാരം ഒരു പ്രകാശമാണ്. മുഅ്മിനിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ തഹജ്ജുദ് നിസ്കാരം അത് വലിയ പ്രകാശം നൽകുന്നതാണ്, വെളിച്ചം നൽകുന്നതാണ്. അതുകൊണ്ട് നല്ല ഈമാനുള്ള മനുഷ്യന്മാർ രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് വുളു എടുത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകിടന്ന് കരയുകയും ദുആ ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് ധാരാളം ചരിത്രങ്ങളിലൂടെ അറിയാം. ഇത് മുൻഗാമികൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് നമ്മളും അത് ജീവിതത്തിൽ പകർത്തണം. ലോകത്തിന്റെ ഏത് ദിക്കിലാണെങ്കിലും ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഈ നല്ല സൽക്കർമ്മത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. രാത്രി എഴുന്നേറ്റ് ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറായാൽ അൽഹംദുലില്ലാ അത് വലിയ നന്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഅ്മിനീങ്ങളായ നമ്മൾ അൽഹംദുലില്ലാ ഈ സ്വഭാവം ഉള്ളവരായി മാറണം. ഉറക്കം നമ്മൾ കുറച്ചൊക്കെ ഒഴിവാക്കി ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാനും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനും നമ്മൾ ചെയ്തുപോയ ദോഷങ്ങളെയൊക്കെ പൊരുത്തപ്പെടിക്കാനുമൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സമയത്തെ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ അലാറാം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമയം അതിനുവേണ്ടി ക്രമീകരിക്കാൻ ഒരു 15 മിനിറ്റ് സമയമെങ്കിലും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ അതിനുവേണ്ടി അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയാൽ ആഖിറത്തിൽ അതിന്റെ നന്മകൾ അൽഹംദുലില്ലാ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മോട് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, അവിടുന്ന് എത്രയോ വയസ്സായിട്ട് പോലും രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റൊന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയും അത് മുടങ്ങാതെ നിർവഹിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കേട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ആ മദദ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ ഇതുപോലെ നമുക്ക് മുൻകഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ദുആ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരൊക്കെ പോകുന്ന സ്വർഗത്തിലല്ലേ നമ്മളും പോവേണ്ടത്? അവരൊക്കെ ആഗ്രഹിച്ച ആ സ്വർഗത്തിലേക്കല്ലേ ഒന്നും ചെയ്യാത്ത നമ്മളും ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് അവരോടുകൂടെ നമുക്കും എത്തിപ്പെടേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് രാത്രിയുടെ ഒരു സമയം, ഏതെങ്കിലും ഒരു സമയം, ഒന്നിരിക്കൽ സുബഹിക്ക് മുമ്പ് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് മുമ്പ് നേരത്തെ നമ്മൾ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അലാറം വെച്ചുകൊണ്ട് എഴുന്നേറ്റ് ഒന്ന് നിസ്കരിച്ച് വീണ്ടും വേണമെങ്കിൽ നമുക്ക് സുബഹി വരെ കടന്നുറങ്ങാം. അപ്പോ അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി നമ്മൾ എല്ലാവരും പകർത്തണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം നാലാമതായി ഓർമ്മപ്പെടുത്തി ആ രാത്രി സമയത്തുള്ള പ്രാർത്ഥന, അതും നമ്മുടെ ഹൃദയത്തിന് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അപ്പൊ രാത്രി എഴുന്നേൽക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാനും അതുപോലെ തന്നെ ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ നടത്താനും ഒക്കെ അതോടുകൂടെ തന്നെ സമയം കണ്ടെത്തണം. അഞ്ചാമതായി പറഞ്ഞു മുജാലസത്തു സ്വാലിഹീനൽ ഫുളല, അത് ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരുമായി സ്വാലിഹീങ്ങളുമായി സഹവസിക്കുക എന്നുള്ളതും നമ്മുടെ ഹൃദയശുദ്ധീകരണത്തിനുള്ള മാർഗമാണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ സ്വാലിഹീങ്ങളുമായി നമ്മൾ ഇടപഴകണം, നിസ്കരിക്കുന്നവരുമായി നമ്മൾ ഇടപഴകണം. സ്വാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ വെറും വലിയ സൂഫിയാക്കൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്വാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ സ്വാലിഹ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനായിട്ട് ചിലയിടത്ത് പറഞ്ഞതായി കാണാം, 5 വക്തും നിസ്കരിക്കുന്ന ആളുകൾ.
അവർ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടും എന്ന് പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെയുള്ള പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അവർ സ്വാലിഹ്യങ്ങളാണ്. അവരുമായി നമ്മൾ എപ്പോഴും ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഈ നമ്മുടെ ഹൃദയശുദ്ധീകരണത്തിൽ, നമ്മുടെ വിജയത്തിനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് പള്ളിയുമായിട്ട്, മദ്രസയുമായി, ദീനി സംരംഭങ്ങളുമായി, ദർസുകളുമായി, മുതഅല്ലിമീങ്ങളുമായി, ആലിമീങ്ങളുമായി നമ്മുടെ ജീവിതം ഇടപെട്ടുകൊണ്ട് ആയിരിക്കണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ, നീ ഒന്നിരിക്കൽ ഒരു ആലിമാവുക, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവുക, അല്ലെങ്കിൽ അൽഹംദുലില്ലാ മുസ്തഫ 110 മുഹിബൻ എന്ന് പറയുന്നത്, അത് മുഹിബൻ പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടിയിട്ടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, മുസ്തഫക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബൻ വലാ തകുൻ ഹാമിസ, നീ ഒന്നിരിക്കൽ ഒരു ആലിമാവണം, ഒരു പണ്ഡിതനാവണം, അല്ലെങ്കിൽ നീ ഒരു മുതഅല്ലിമാവണം, ഇത് പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന ഒരു മുതഅല്ലിമാവണം, അല്ലെങ്കിൽ ഇത് അവർ പറയുന്നത് കേൾക്കുന്ന ആളാവണം, അവരെ സ്നേഹിക്കുന്ന ആളാവണം. ഇതല്ലാതെ അഞ്ചാമതൊരു ആള് നീ ആവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള ഇടപഴക്കം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് മരണസമയത്തും മരണാനന്തരവുമൊക്കെ നമുക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. ഒരു സാധാരണക്കാരൻ മരിക്കുമ്പോൾ എത്രയോ പണ്ഡിതന്മാർ വരുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ അവരുമായുള്ള ഇടപഴക്കം കൊണ്ടാണ്. പലപ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് അവർക്ക് ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധത്തിന്റെ കാരണം കൊണ്ടാണ്. വലിയ വലിയ ആളുകൾ സാധാരണക്കാർ മരണപ്പെടുന്ന സമയത്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ SFന്റെ നേതാക്കളൊക്കെ മരിക്കുന്ന സമയത്ത്, സാധാരണക്കാരായ ആളുകളൊക്കെ മരിക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയുടെ മഹോന്നതരായ പണ്ഡിതന്മാർ അവരുടെ വീടുകളിലേക്ക് കയറി വരുന്നത് ഈ സംഘടനയിൽ പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ടാണ്. SVSന്റെയും SFന്റെയും ഒക്കെ സാധാരണക്കാരായ പ്രവർത്തകന്മാരുടെ വീടുകളിലേക്ക് കയറി വരുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടു, സ്വാലിഹ്യങ്ങളുമായി സഹവസിച്ചു എന്ന കാരണത്താണ്. ഏതോ ഒരു മൂലയിലുള്ള ഒരു യൂണിറ്റിലുള്ള ജനറൽ സെക്രട്ടറി മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങകലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരെ തെരഞ്ഞു പോകുന്നതും അവരുടെ വീട്ടിലേക്ക് പോകുന്നതും അവർക്ക് വേണ്ടി ജനാസ സംസ്കരിക്കുന്നതുമൊക്കെ ഈ സ്വാലിഹ്യങ്ങളുമായുള്ള ഇടപഴക്കമാണ്. ഇപ്പോ നമ്മൾ ഇവിടെ മുജാലസാത്തു സ്വാലിഹീന എന്ന് പറയുന്ന സ്വാലിഹ്യങ്ങളുമായുള്ള ഇടപഴക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് KMIC-യിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അൽഹംദുലില്ലാ, ഇത് ഒരു ഇൽമിന്റെ സദസ്സാണ്. ഇതിൽ ധാരാളം പണ്ഡിതന്മാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, സാധാരണക്കാരും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതും സ്വാലിഹ്യങ്ങളുമായുള്ള സഹവാസമാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ പണ്ഡിതന്മാരുമായുള്ള സഹവാസം അത് നമ്മുടെ വിജയത്തിന് കാരണമാണ്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് കാരണമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പഠനത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1ഉം +2ഉം കഴിഞ്ഞ് +2 കഴിയേണ്ട സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 17 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ദർസിലേക്ക് പോവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ ആക്കുന്നത്. അപ്പൊ അതുവരെ ഞാൻ പള്ളിയുമായിട്ടുള്ള സഹവാസം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചത് എന്ന് ഞാൻ 100% വാസ്തവമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ എന്റെ സാഹചര്യവും എന്റെ നാടിന്റെ സാഹചര്യവും ഒക്കെ വളരെ മോശപ്പെട്ടതായിരുന്നുവെങ്കിൽ പോലും എന്റെ കൂട്ടുകാരും ഒക്കെ വലിയ ഒരു നല്ല ഒരു ടീം ആയിരുന്നില്ല എങ്കിൽ പോലും എനിക്ക് അൽഹംദുലില്ലാ SFുമായിട്ടുള്ള ഇടപഴക്കം കൊണ്ട് പള്ളിയുമായിട്ട് ഞാൻ വല്ലാതെ ബന്ധപ്പെടുന്ന ആളായതുകൊണ്ട് അവിടുത്തെ ഉസ്താദുമാരുമായി ബന്ധപ്പെടുകയും മഗ്‌രിബിന് ശേഷം അവരൊരു നാടൻ ദർസ് സംവിധാനിക്കുകയും അതിലൊക്കെ പോയി ഇരിക്കുകയും ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ഖൈറായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരാധീനകൾക്കിടയിലും എനിക്ക് പഠിക്കാൻ വേണ്ടി അവസരമുണ്ടാകുന്നത്.
നമ്മുടെ ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അപ്പോ ഈ ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധം, 5 വക്ത് നിസ്കരിക്കുന്ന ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ അവരിനി വേറെ ഒരു നന്മയും അവരിനി നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഈ വെള്ള ഡ്രസ്സും അതുപോലെ തന്നെ പള്ളിയിലുള്ള അവരുടെ സഹവാസവും കൊണ്ട് അവരുമായി നമ്മൾ സഹവസിക്കുന്നതിലൂടെ നമുക്കും വലിയ ഹൈറുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അതിന് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോ ഒന്നാമതായി നമ്മൾ പഠിച്ചു, നമ്മുടെ നോമ്പ് എന്നുള്ളത് ആത്മശുദ്ധീകരണത്തിന്റെ ഒരു കാരണമാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ സാമൂഹിക ബാധ്യതയെക്കുറിച്ചാണ്. ഫമൻ തബിഅ മിൻകും ജനാസത്തൻ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ജനാസയെ പിന്തുടർന്നത് എന്ന ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനാസ പിന്തുടരുക എന്നുള്ളത്, മയ്യിത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സാമൂഹിക ബാധ്യതയാണ്. ആ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായുള്ള ബാധ്യത അത് 6 എണ്ണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഇത്തിബാഉൽ ജനാസ, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജനാസയെ പിന്തുടരുക എന്നുള്ളത് ഇവന്റെ ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ആ ബാധ്യത നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ ആര് മരണപ്പെട്ടാലും നമ്മുടെ അയൽവാസിയാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും മുസ്ലിം ആകുമ്പോൾ അതിനെ പിന്തുടരാൻ, അതിനെ മറമാടുന്നതുവരെ നമ്മൾ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നലെ നമ്മുടെ മിനിഞ്ഞാന്ന് ഇവിടെ SJMന്റെ നമ്മുടെ തിരുവമ്പാടി റേഞ്ച് ജനറൽ സെക്രട്ടറി ലത്തീഫ് സഖാഫിയുടെ ജ്യേഷ്ഠൻ സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയുമൊക്കെ സ്വർഗീയ പൂങ്കാവനത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അതുപോലെ പലരും മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ, നമ്മൾ സഹോദരന്മാരാണ്. അവരുടെ ജനാസയെ പിന്തുടർന്ന് മയ്യത്ത് ഖബറടക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമയം ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അത് വലിയ നന്മ നമുക്ക് ലഭിക്കുന്ന ഒരു സൽപ്രവർത്തനമാണ്. ആ ബാധ്യത, ആ സാമൂഹിക ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ചോദ്യം, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തവൻ ആരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയൊരു സൽക്കർമ്മമാണ്. ഒരിക്കലൊരു സ്വഹാബി വന്നു ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി തന്നെ ഇത്ആമു ത്വആം, അത് ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് അവിടുന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇസ്ലാമിൽ നമ്മുടെ വിശുദ്ധമായ മതത്തിൽ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം അത് നമ്മുടെ സാമ്പത്തിക ശുദ്ധീകരണത്തിന്റെ കൂടി ഒരു ഭാഗമാണ്. സ്വന്തം കീശയുള്ള കാശ്, അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് സമ്പത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടിയോ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. അതേസമയം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ അത് വലിയ പ്രതിഫലത്തിന് കാരണമാകും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം. അത് സാമ്പത്തിക ശുദ്ധീകരണത്തിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ആരാണ് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? ഫമൻ ആദൽ യൗമ മിൻകും മരീദൻ, ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. രോഗസന്ദർശനം എന്നുള്ളത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ആതുര സേവനം എന്നുള്ളത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ സംഘടനാ തലത്തിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ
സമയം ചെലവഴിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി SYSന്റെ കീഴിൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ സഹായി വാദിസ്ലാം എന്ന പേരിൽ വലിയ പദ്ധതികൾ നടക്കുന്നു. പലരും അതിൽ സഹായങ്ങൾ ചെയ്യുന്നു, അതിന്റെ വളണ്ടിയറായി സേവനം ചെയ്യുന്നു. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും നമ്മയും അവരെയും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മളിപ്പോ SYSന്റെയും SFന്റെയും പ്രവർത്തനങ്ങൾ സജീവമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക യൂണിറ്റുകളിലും സാന്ത്വന കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. രോഗികൾക്ക് ആവശ്യമായ വീൽ ചെയറുകളും അവർക്ക് ആവശ്യമായ വാട്ടർ ബെഡുകളും അങ്ങനെ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സംവിധാനിച്ചുകൊണ്ട് സാന്ത്വന കേന്ദ്രങ്ങൾ, നമ്മുടെ ഓഫീസുകളൊക്കെ സാന്ത്വന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇനിയും ഈ സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നമ്മുടെ SSFകാർക്കും SYSകാർക്കും പ്രവർത്തകന്മാർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ, അവസരങ്ങൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഈ സാന്ത്വന പ്രവർത്തനങ്ങൾ വലിയ നന്മ കിട്ടുന്ന വലിയൊരു കാര്യമാണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ നന്മകൾ അതിന്റെ ആളുകൾക്ക് നൽകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് അതൊരു ചെങ്കണ്ണ് ബാധിച്ച ചെറിയൊരു രോഗം ബാധിച്ച ആളാണെങ്കിൽ പോലും അയാളെ കാണാൻ പോവുക എന്നുള്ളത് സുന്നത്താണ്. അത് ഇപ്പോ ഇന്ന് പിടിപെട്ട് നാളെ മാറുമെന്ന് സാധ്യത ഉണ്ടെങ്കിലും അയാളെ പോയി കാണുക എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യമാണ്. അത് രോഗം മൂർച്ഛിക്കട്ടെ, കുറച്ചുകൂടി കൂടട്ടെ എന്ന് ആരും വിചാരിച്ച് കാത്തു നിൽക്കേണ്ടതില്ല. രോഗം പിടിപെട്ടാൽ ഉടനെ അദ്ദേഹത്തെ പോയി കാണുക എന്നുള്ളത് അത് ഒരു സുന്നത്തായ കാര്യമാണ്. അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന് ഒന്ന് സമാധാനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വലിയ നന്മയാണ്. അപ്പോ ഒരു രോഗിയെ പോയി സന്ദർശിക്കുന്ന സമയത്ത് ഇടവിട്ട് സന്ദർശിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. എല്ലാ ദിവസവും പോവുക എന്നുള്ളത് നമുക്ക് ഉസ്താദ് എന്റെ ഇടയിൽ രാവിലെ പോയാൽ 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും, അല്ലേ, ദുആ ചെയ്യും എന്ന് അബൂ റയ്യാൻ ഉസ്താദ് വിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോ രാവിലെ ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ 70,000 മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും എന്ന് അബൂ റയ്യാൻ ഉസ്താദ് ഇപ്പോ ഇട്ടിട്ടുണ്ട്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോ നമുക്ക് കഴിയുന്ന തരത്തിലൊക്കെ നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയും അവർക്ക് സാന്ത്വനം നൽകുകയും ചെയ്യണം. അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. കഴിയുന്ന ആളുകൾക്ക് അവരൊന്ന് തടവി തലോടി പ്രശ്നമില്ല, പ്രയാസം അനുഭവിക്കേണ്ട, ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടത് നമുക്ക് നൽകണം. അങ്ങനെ ഇടവിട്ട് അവരെ സന്ദർശിക്കുകയാണ് സുന്നത്ത്. അതേസമയം അവിടെ പരിചരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പൊ പരിചരിക്കാൻ ആളില്ല എങ്കിൽ അവിടെ തന്നെ നിന്ന് അദ്ദേഹത്തിന് വേണ്ട പരിചരണങ്ങൾ നൽകുക എന്നുള്ളതും വലിയ പുണ്യകർമ്മമാണ്. അങ്ങനെ ആതുര സേവന രംഗത്ത് നമ്മുടേതായ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ അപ്പോ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത് ഒരൊറ്റ ഹദീസാണ് ഇന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഹദീസിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ 4 ഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ 4 ഭാഗങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ 4 ഭാഗങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്നാമതായി സ്വന്തം ശുദ്ധീകരണം, ആത്മശുദ്ധീകരണത്തിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ എന്ന് മറുപടി പറഞ്ഞു. രണ്ടാമത്തേത് സാമൂഹിക ബാധ്യത നിർവഹിച്ചത് ആരാണ് എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. മൻ തബിഅ മിൻകും ജനാസതൻ, ജനാസയെ എന്ന് പിന്തുടരുന്നവരാരാണ്? അപ്പോഴും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ എന്ന് മറുപടി പറഞ്ഞു. മൂന്നാമതായി സാമ്പത്തിക ശുദ്ധീകരണാർത്ഥം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് ഇന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ എന്ന് മറുപടി പറഞ്ഞു. നാലാമതായി ആതുര സേവന രംഗത്ത് സേവനം ചെയ്തത് ആരാണ് എന്ന തരത്തിൽ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത് എന്ന് ചോദിച്ചപ്പോഴും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു ഞാൻ എന്ന്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ 4 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. എന്ത് തിരക്കുള്ള ആളുകളാണെങ്കിലും നമുക്ക്
ആ ജീവിതത്തിന്റെ ഈ ജീവിതത്തിന്റെ ഭാഗങ്ങളെ തരം തിരിച്ചുകൊണ്ട് അതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ സാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഏതൊരു മനുഷ്യനിൽ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നുവോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അല്ലെങ്കിൽ വജബത് ലക്കൽ ജന്ന. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, നമ്മുടെ സാമൂഹിക ബാധ്യതകൾ വീട്ടാൻ, സാമ്പത്തിക ശുദ്ധീകരണം നടത്താൻ, ആതുര സേവന രംഗത്ത് സേവനങ്ങൾ ചെയ്യാൻ, അതുപോലെ തന്നെ അതോടുകൂടെ തന്നെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നൽകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സേവനം ചെയ്യുകയും അതോടുകൂടെ തന്നെ തന്റെ സാമൂഹികപരമായ ബാധ്യത, സാമ്പത്തികമായ ശുദ്ധീകരണം, അതോടുകൂടെ തന്നെ അവിടുത്തെ ആത്മീയ ശുദ്ധിക്ക് ആവശ്യമായതെല്ലാം ചെയ്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ച വളരെ വലിയ മഹോന്നതനായ വ്യക്തിത്വമാണ്. അവിടുത്തെ ജീവിതത്തിലെ ഒരൊറ്റ നിമിഷത്തെ ഒരു സംഭവത്തെയാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ആ മഹാനവറുകളെ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ജീവിതം നന്നായി പഠിക്കാനും അത് പറയാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ KMIC-യിലൂടെ കേൾക്കുന്ന, പ്രത്യേകിച്ച് റേഡിയോയിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, അവർക്ക് ഖൈറായ എല്ലാ നന്മകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലരും ദുആ ചെയ്യണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയ SJM-ന്റെ ജനറൽ സെക്രട്ടറി ലത്തീഫ് സഖാഫിയുടെ സഹോദരൻ ജ്യേഷ്ഠൻ സിദ്ദീഖ്, അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, നമ്മുടെ ഈ കരീംകയുടെ സഹോദരൻ മുഹമ്മദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ, നന്മകളുടെ, ഇൽമിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെയൊക്കെ നന്മകൾ കാണാനും അത് അനുഭവിക്കാനും സന്തോഷിക്കാനും അവർക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ KMIC-യിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ഇൽമ നേടുന്ന സുഹൃത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ബറക്കത്തുകൾ കാണിച്ചു കൊടുക്കുമാറാവട്ടെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. സമ്പത്തിലും സന്താനങ്ങളിലും ഇണകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. സന്താനങ്ങളില്ലാത്ത ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ സഹോദരിമാരും മക്കളുമൊക്കെയുള്ള ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ഇണകളെ നൽകി അവർക്ക് സന്തോഷം നൽകുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ കൺകുളിർമ നൽകുന്ന സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകൾ ധാരാളം ചെയ്യാനും പറയാനും അല്ലാഹു നമുക്ക് തൗഫീക്കും സമയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരെയും ഒക്കെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സിറാജിൽ വായിച്ചു, നമ്മുടെ സഅദിയുടെ പുത്രൻ സഅദ് എന്ന് പറയുന്ന കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം അല്ലാഹു ആഖിറത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും ഒക്കെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന രൂപത്തിൽ പ്രവർത്തനം നടത്താൻ, അമലുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂട്ടായ്മയും നമ്മൾ ഇവിടെ കേൾക്കുന്നതും പറയുന്നതുമൊക്കെ നമ്മുടെ ഈ സുഹൃത്ത് ബന്ധങ്ങളുമൊക്കെ നാളെ അർശിന്റെ തണല് കിട്ടുന്ന സുഹൃത്ത് ബന്ധങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മരണസമയത്ത്
നല്ല കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം ആഖിറത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മറ്റുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളോടൊപ്പം നമ്മുടെ മഹാന്നതന്മാരായ ഖമറുൽ ഉലമയോടൊപ്പം, താജുൽ ഉലമയോടൊപ്പം, മറ്റു നേതാക്കന്മാരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതിനിവിടെ സംവിധാനമൊക്കെ ചെയ്തു തന്ന കരീം കയ്യെ പ്രത്യേകം ഞാൻ അനുസ്മരിക്കുന്നു, അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കച്ചവടത്തിലും അതുപോലെ തന്നെ ഭാര്യ സന്താനങ്ങളിലും സമ്പത്തിലുമൊക്കെ ബറക്കത്ത് നൽകട്ടെ. KMSയുടെ പ്രവർത്തനന്മാർക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.